ഹായ് ഫ്രണ്ട്സ്, ഇത് റോസാപ്പൂ. ഇത് എന്തിനാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നോക്കാം, വായോ. നമ്മുടെ റോസാപ്പൂ ഇവിടെ നന്നായി കഴുകി ഇതിലൊക്കെ വേർപെടുത്തി എടുത്തു വച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകും തൈരും. ഇതാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് കുരുകുരായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇച്ചിരി അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പിടി തേങ്ങ, കാൽ ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ജീരകം, ഒരൽപ്പം വെള്ളം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി കുരുകുര അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. പച്ചമണം മാറുന്നോളം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം നന്നായി മാറി ഇനി അതിലേക്ക് കുരുകുര അരിഞ്ഞു വെച്ച റോസാപ്പൂ ഇതള് ചേർത്ത് കൊടുക്കാം. റോസാപ്പൂ ഇതള് നമ്മുടെ മുറ്റത്തുണ്ടായതാണ്. നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങിച്ച് പൂ ഉപയോഗിക്കരുത്. അതിനകത്തൊക്കെ വിഷാംശം ചേർന്നതായിരിക്കും. നമ്മൾ മുറ്റത്ത് നിൽക്കുന്ന പൂവ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് പച്ചമണം മാറുന്നോളം വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പച്ചമണമൊക്കെ മാറി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കുന്നോളം വരെ വെയിറ്റ് ചെയ്യുക. താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. തൈര് മുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. തൈരിലേക്ക് തണുത്ത റോസാപ്പൂ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് താളിപ്പ് ചേർക്കുക. അല്പം ഡെക്കറേഷന് വേണ്ടി നമുക്കിനകത്ത് കുറച്ച് ഏതലിട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൂടി മിക്സ് ആയിട്ടുള്ളൊരു കറിയാണ് റോസ് റൈത്ത. എന്താ നിങ്ങൾ വെച്ച് നോക്കിയില്ലേ? അപ്പോൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.